നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ തകർച്ച കൊണ്ടും അതുപോലെ തന്നെ പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റത്തിലൂടെയൊക്കെ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ വലിയ ചിട്ടവട്ടങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ ഒരു സാധാരണക്കാരന്റെ മനസ്സിലേക്ക് സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കവയിത്രിയാണ് എനിക്ക് ഈ വരികളിലൂടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആ ഒരു പഠനം വേണ്ടതായിട്ട് വന്നില്ല. കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും ചിന്തകളാണ് ഈ ശ്രീ ശാന്ത ശ്രീകുമാർ ടീച്ചറിന്റെ ഓരോ വരികളിലും നിൽക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ആരംഭിക്കാമെന്ന് കരുതുന്നു. ലോകത്തിലെ സകലതും മിഥ്യയാണെന്ന് അറിഞ്ഞിട്ടും ഈ കാണുന്ന എല്ലാത്തിലും മനോഹാരിത കണ്ടെത്തുന്ന ഒരു കവി ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് ഈ യവനിക എന്ന് പറയുന്ന കവിതയിൽ ഞാൻ കാണുന്നത്. കവിത ഇങ്ങനെയാണ്: മനുഷ്യന്റെ മനസ്സുകൾക്ക് എത്ര ഭംഗി, നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖങ്ങൾക്കും എത്ര ഭംഗി, മിഥ്യയായതിനെല്ലാം എത്ര ഭംഗി, സത്യമായതെല്ലാം എത്ര ഭംഗി എന്ന് ഓരോ വരികളിലും എത്ര ഭംഗിയായിട്ടാണ് കവി ശാന്ത ശ്രീകുമാർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ കവിത, 25 കവിതകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ കവിത ഉണ്ണിക്കണ്ണൻ എന്ന കവിതയാണ്. നെയ്യാറ്റിൻകരയുടെ തീമാനിലുണ്ടൊരു കാർമുകിൽ വർണ്ണനാമിന്റെ കണ്ണൻ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ കവിത. നെയ്യാറ്റിൻകരയുടെ തേജസ്സായി ജ്വലിച്ചു നിൽക്കുന്ന കണ്ണന്റെ പാതാരവിന്ദങ്ങൾ നമിച്ചുകൊണ്ടാണ് ഈ ഹൃദയതാളം എന്ന പുസ്തകം ആരംഭിക്കുന്നത്. കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ സകല ദുഃഖങ്ങളും മറന്നു വെക്കുന്ന ഒരു കവി ഹൃദയത്തെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇടത്തിലും പരത്തിലും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണരൂപം കാണാനുള്ള അതിയായ ആഗ്രഹവും കവിയുടെ ഹൃദയത്തെ വെമ്പുന്നു എന്നും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അടുത്ത കവിത തിരനോട്ടം എന്ന കവിതയാണ്. ഓർമ്മയിലോടി എത്തും ഒരു കുട്ടിക്കാലം. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടിക്കാലം, അല്ലെ? ഓർമ്മകൾ ഓർമ്മിക്കുന്ന സുഖമുള്ള അനുഭവങ്ങളെ ഒന്നൊന്നായി ഈ കവിതയിൽ വിവരിക്കുന്നു. പൂത്തുമ്പിയായി പാറി നടന്നുകൊണ്ട് അകവും പുറവും ഒരുപോലെ ആയിരുന്ന ആ ഒരു കാലം, നല്ല നിഷ്കളങ്കത ഉള്ള ആ ഒരു കാലഘട്ടം. പൂത്തുമ്പിയെ കല്ലെറിഞ്ഞും ഓലപ്പീപ്പിയും ഓണപ്പന്തും ഒക്കെ കെട്ടിമെനഞ്ഞും കണ്ണാരം പൊത്തി കളിച്ചുമൊക്കെ ഉല്ലസിച്ച ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് അതിമനോഹരമായി ഈ തിരനോട്ടം എന്ന കവിതയിൽ കവി വിവരിക്കുന്നു. അതുപോലെ തന്നെ നേർക്കാഴ്ച. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആത്മാവിനെ തന്നെ കവർന്നു തിന്നുന്ന സമൂഹത്തിന്റെ യുവജനതയൊക്കെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സമൂഹത്തിനെതിരെ ഉദ്ബോധനം നൽകിക്കൊണ്ട് എഴുതിയിരിക്കുന്ന കവിതയാണ് നേർക്കാഴ്ച. നാടിനാപത്താം വിപത്തിനെ ചെറുക്കണം, തുരത്തി ഓടിക്കണം, രക്ഷിക്കണം വരും തലമുറയെ, പടുത്തുയർത്തണം ലഹരി മുക്ത ജനതയെ.
അല്ലെ, ലഹരി വിമുക്തമായ ഒരു ജനതയെ പടുത്തുയർത്താൻ ഉദ്ബോധനം ചെയ്തുകൊണ്ടാണ് കവി ഈ നേർക്കാഴ്ച എന്ന കവിത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിന്റെ ആമുഖത്തിൽ പ്രശസ്ത കവയിത്രി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ഇന്നത്തെ സമകാലിക പ്രസക്തിയുള്ള കവിതകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളതും എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളതുമായ കർത്തവ്യം ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ കൈതൊട്ടുകൊണ്ട് നമ്മുടെ കവയിത്രി ഇവിടെ പറയുകയാണ്. ഈ കവിതാ സമാഹാരത്തിന്റെ തന്നെ ഒരു ആത്മാവ് എത്ര മാത്രമാണെന്ന് എനിക്ക് ഈ വരികളിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ കവി ഹൃദയം സന്തോഷിക്കുന്ന നിമിഷമാണ് ഈ കവിതാ പുസ്തകം പുറത്തിറക്കിയത് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അടുത്തതായി കണ്ണീരിന്റെ നനവ് എന്നാണ് കവിതയുടെ പേര്. ഒരു ജന്മം മുഴുവൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയും കഷ്ടപ്പെടുകയും സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിക്കുകയും ഒക്കെ ചെയ്ത മാതാപിതാക്കളെ ഒടുവിൽ അവരനുഭവിക്കേണ്ടി വരുന്ന യാതനകളെ കുറിച്ചാണ് ഈ കണ്ണുനീരിന്റെ നനവ് എന്ന കവിതയിൽ പറയുന്നത്. അതിന്റെ അവസാനം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: വളർത്തണം മക്കളെ അല്ലലറിഞ്ഞ്, സ്വയം ചിക്കിച്ചികയാൻ പഠിപ്പിക്കണം, അല്ലലില്ലെങ്കിൽ കിളിതൻ രോദനം നമ്മളും വൈകാതെ അനുഭവിക്കും എന്നുള്ളതാണ്. അല്ലെ, ഒരു മനുഷ്യന്റെ അവസ്ഥ, ഒരു മനുഷ്യൻ നേരിടുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലലറിഞ്ഞ് വളർത്തിയില്ല എങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും വരില്ല എന്നാണ് സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടില് മക്കളും മാതാപിതാക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്കൊന്നും അങ്ങനെ വരൂല എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഹൃദയങ്ങളിലേക്കുള്ള ഒരു ഉദ്ബോധനമാണ് ഈ കണ്ണുനീരിന്റെ നനവ് എന്നുള്ള കവിത. വരികൾ പറഞ്ഞു വയ്ക്കുന്നതിനപ്പുറം ഓരോ വാക്കുകളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട പാഠങ്ങൾ കവിതയ്ക്ക് ഇവിടെ പറഞ്ഞു തരികയാണ്. അതുപോലെ അടുത്ത കവിത ഹൃദയതാളം എന്നുള്ളതാണ്. ഹൃദയതാളം എന്നാണ് പുസ്തകത്തിന്റെ പേരും. വളരെയധികം നമ്മുടെ സുഖ ദുഃഖങ്ങളുടെ ഓളങ്ങളാണ് നമ്മുടെ ഹൃദയതാളം. അല്ലെ, ആ ഹൃദയതാളത്തിന്റെ ആ നൈർമല്യത അല്ലെങ്കിൽ ആ താളത്തോട് ചേർന്ന് വരികൾ ഇങ്ങനെ എഴുതുന്നു: മനസ്സാകും പുഴയുടെ ഓളങ്ങൾ എന്നുമേ ഹൃദയത്തിൽ വന്നാണ് പതിച്ചിടുമ്പോൾ, ഹൃദയതാളം തെറ്റിയൻ മനം പിന്നെയും ആഴക്കയത്തിൽ മുങ്ങിപ്പൊങ്ങിടുന്നു, ഓർമ്മതൻ ചരട് വലിച്ചു മുറുക്കിടും ഓർക്കുവാനാകത്തിൽ ഓർമ്മ പോലെ. അങ്ങനെ പോകുന്ന വരികൾ എത്ര മനോഹരമായിട്ടാണ് കവയിത്രി തന്റെ ഹൃദയസ്പന്ദനങ്ങളെ നമ്മളോട് വിവരിക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയസ്പന്ദനങ്ങളായി മാറുന്നു എന്നുള്ളതാണ് കവയിത്രിയുടെ ഓരോ വരികളുടെയും പ്രത്യേകത എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അടുത്ത കവിത പ്രകൃതിയുടെ നൊമ്പരം എന്നുള്ളതാണ്. ദുഃഖക്കടലിന്റെ ആഴങ്ങളിൽ ആണ് നമ്മുടെ പ്രകൃതി ഇന്ന് നിലകൊള്ളുന്നത്. സുന്ദരിയായ പ്രകൃതിയെ നിഷ്കരണം നശിപ്പിച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥയൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് പുതുതലമുറകൾക്ക് നമ്മൾ വില വരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പോക്ക്. അല്ലെ, അങ്ങനെയുള്ള മനുഷ്യന്റെ ക്രൂരതകളിൽ വിലപിക്കുന്ന ഒരു പ്രകൃതിയെ കുറിച്ച് ആ പ്രകൃതിയുടെ കണ്ണുനീരൊപ്പാൻ നമ്മളൊക്കെ പ്രയത്നിക്കണം എന്നുള്ള ഒരു ഉദ്ബോധനം നൽകുന്ന കവിതയാണ് ഇവിടെ പ്രകൃതിയുടെ നൊമ്പരം എന്ന കവിതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രകൃതി 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 അഭൗമ സുന്ദര കല്ലോലിനി, കളകളം പാടും പുഴകളെല്ലാം വിഷമയമായി മാറിയിടുന്നു. അല്ലെ, ഇന്ന് ഈ വിഷമയമായ ഒരു പ്രകൃതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. സുനാമിയായും മറ്റു വിപത്തുകളുമായും ഒക്കെ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഈ മനുഷ്യൻ പ്രകൃതിയിലേക്ക് നൽകുന്ന സംഭാവനകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഒരിക്കൽ കൂടെ നമുക്ക് ഉദ്ബോധനം നൽകുകയാണ് പ്രകൃതിയുടെ നൊമ്പരം എന്ന കവിത എന്നുകൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായി ഓർമ്മയ്ക്കായി എന്ന കവിതയാണ്. ഇനിയൊന്ന് പൊട്ടിക്കരഞ്ഞിടട്ടെ ഞാൻ എന്റെ ദുഃഖങ്ങളൊക്കെയും തീർത്തിടട്ടെ, പുത്രവാത്സല്യം നുകരാനാവാത്തൊരു പാഴ്ജന്മമാണ് എന്നും നീ അമ്മ, പൈതൽ തൻ വരവിനായി കാത്തിരു നീ അമ്മ, വന്നതേയില്ലവൻ കെണിയിലായി, മനകാരിൽ കിട്ടിയ കോട്ടകളൊക്കെയും എന്ന് തുടങ്ങുന്ന വരികൾ അവസാനം ഒരു മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാത്ത മക്കൾ അവസാനം പറയുന്ന ഒരു വാക്ക് മാപ്പ് മാപ്പ് എന്നുള്ളതാണ്. അല്ലെ, മക്കൾ എത്ര തെറ്റ് ചെയ്താലും നമ്മുടെ ഹൃദയം അവരുടെ തെറ്റുകളെ ക്ഷമിക്കാൻ പക്വതയുള്ളവരാണ്, പാകപ്പെട്ടവരാണ്. പക്ഷേ അതിന്റെ സമയം വൈകി പോകുമ്പോൾ മക്കളുടെ ആ മാപ്പ് ഇതിന് വിലയില്ലാതായി മാറുന്നു. അവസാനത്തെ വരി ഇങ്ങനെയാണ്: ചിതയിലാണെങ്കിലും അമ്മ തന്നെ ആത്മാവ് മകനെ വാരി പുണർന്നിരുന്നു. ചിതയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും മക്കളുടെ ആ മാപ്പ് അല്ലെങ്കിൽ മക്കളുടെ സാന്നിധ്യം കൊണ്ട് അവരെ കെട്ടിപ്പുണർന്ന് ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ മാതാപിതാക്കൾക്ക് ഉള്ളത് എന്നുകൂടെ ഇത് വായിക്കുന്ന മക്കൾ മനസ്സിലാക്കാനും കൂടെയാണ് ഈ ഓർമ്മയ്ക്കായി എന്ന കവിത പ്രശസ്ത കവയിത്രി ശാന്ത ശ്രീകുമാർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായി അതിഥി എന്ന കവിതയാണ്. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മരണം. അല്ലെ, മരണത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും നിസ്സഹായ
പക്ഷേ ഈ മരണത്തിനപ്പുറവും നമ്മളെ കുറിച്ച് എന്താണ് ഒരാൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിതം കൊണ്ട് എന്താണ് നേടിയത്? നമ്മൾ ഇവിടെ പറയുന്നത് മക്കൾക്ക് വേണ്ടി വളരെയധികം അധ്വാനവും എല്ലാം ചെയ്തിട്ട് അവസാനം അവരുടെ ആ ഒരു സാന്നിധ്യം പോലും ലഭിക്കാതെ അവർ മടങ്ങുന്നു. പക്ഷേ ഈ ദുഃഖങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് ഇതെല്ലാം സഹന പാതയിലൂടെ നമ്മൾ നടന്നുപോയി. ഈ മരണത്തിനപ്പുറം നമ്മളെ അവർ ഓർത്ത് വയ്ക്കണം, അല്ലെ? അവരുടെ തിരക്കുകൾക്കിടയിൽ ഒരിക്കലെങ്കിലും നമ്മളെ ഓർത്ത് വയ്ക്കണമെന്ന് കൂടി ഈ കവിതയ്ക്കകത്ത് കവയത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാഷ്പാഞ്ജലി എന്ന കവിതയിൽ എത്ര സുന്ദരം ഈ ഭൂമി, എവിടാണ് ഈ ഭൂമി, ഈ മനോഹര ഭൂമിയിലല്ലോ മനുഷ്യൻ ചെകുത്താനാകുന്നു, മതങ്ങൾ തൻ പേര് ചൊല്ലി മരണപ്പെഴും പെരുമഴ പെയ്യുന്നു, ജനിച്ച നേരം മതമറിയില്ല, ജാതി അറിയില്ല, വർണ്ണവിവേചനമില്ല, സിരകളിലോടും രക്തത്തിൻ നിറം എല്ലാവരിലും ഒരുപോലെ, അല്ലെ? നമ്മുടെ എല്ലാവരുടെയും സിരയിലോടുന്ന രക്തം ഒരുപോലെയാണ്. ജനിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. പക്ഷെ ജനിച്ചതിന് ശേഷം വളർന്നു വരുമ്പോൾ ജാതിയുണ്ട്, മതമുണ്ട്. എത്രയൊക്കെ നവോത്ഥാന നായകന്മാരാണ് നമ്മുടെ മുന്നിൽ ഉദ്ബോധനങ്ങളായും കവിത രൂപത്തിലും അവരാൽ കഴിയുന്ന ഈ ജാതിമത ചിന്തകളെ തച്ചുടയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഈ ജാതി ചിന്ത കൊടികുത്തി വാഴുന്ന ഒരു ജീവിതത്തിലാണ്, ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് പ്രശസ്ത കവയത്രി ശാന്താ ശ്രീകുമാർ ഈ കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. ആ തരത്തിലുള്ള ജാതിമത ചിന്തകളെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടുകളിൽ തന്നെ അത് മാറ്റണം, തച്ചുടയ്ക്കണം എന്നുള്ളതാണ് കവയത്രി ഈ ബാഷ്പാഞ്ജലി എന്ന കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. യാത്ര എന്ന കവിതയിലേക്ക് പോകുമ്പോൾ, ഇനിയൊരു യാത്ര പോകണം എനിക്കായി അനന്തതയിലേക്കൊരു യാത്ര പോലെ, പലതും മറക്കണം, പലതും പഠിക്കണം, മനസ്സിന്റെ തീ ഒന്ന് തണുപ്പിക്കണം, ഉള്ളുകൊള്ളുന്ന വാക്കുകൾ ഓരോന്നും കേട്ടില്ലെന്ന് നടിച്ചിരുന്നു, കണ്ടും കേട്ടും മടുത്തൊരൻ മനസ്സിന്റെ പലായനമീ യാത്രയല്ലോ, കഷ്ടനഷ്ടങ്ങൾ ഏറെയുണ്ടായിട്ടും മനസ്സിന്റെ കടിഞ്ഞാൻ മുറുകെ പിടിച്ചിരുന്നു, വയ്യ എനിക്കിനി വയ്യ ഈ ദുഃഖം പേറുവാനിയാവതില്ല, അല്ലെ? അവസാന നമ്മുടെ ആ ഒരു ചിന്ത എന്ന് പറയുന്നത്, വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന മനുഷ്യന്റെ ചിന്ത ഇതാണ്, അല്ലെ? താൻ നേടിയ ആ കഷ്ടനഷ്ടങ്ങളെല്ലാം താൻ സഹിച്ചു നിൽക്കുന്നു. പക്ഷെ ആ മരണശേഷവും തന്നെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം, മറ്റുള്ളവർക്കൊരു സന്മാർഗ പാതയിൽ നടന്ന ഒരു വ്യക്തിയായ ഒരു രൂപമായിരിക്കണം നമ്മുടെ ചിത്രം എന്നുകൂടെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കവിയുടെ ഹൃദയത്തിലുണ്ട്. അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആ ഒരു ചിന്തയാണ്. അത് തന്നെയാണ് ഈ ഹൃദയതാളം എന്ന് പറയുന്നത്. കവിയുടെ മാത്രം ഹൃദയതാളമല്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയതാളമാണ് എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ മലയാളം എന്ന കവിത ഇവിടെ, മലയാളമേ മമ മലയാളമേ, മാതൃഭാഷയാ മലയാളമേ, മിഴിവേകും ഭാഷയാ മലയാളമേ, തുഞ്ചന്റെ തത്തപാടിയ മലയാളം, ചെറുശ്ശേരിയും ഉള്ളൂരും ആശാനും വള്ളത്തോളും പാടിപ്പുകഴ്ത്തിയ ഭാഷയല്ലോ സ്നേഹത്തിന്റെ ഭാഷ. ഇവിടെ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ മലയാള ഭാഷയ്ക്ക്, മലയാളത്തിന് ഒരു കവികളും നൽകാത്ത അത്രയും ഒരു വിശേഷണങ്ങൾ ഇവിടെ നൽകുകയാണ്. സ്നേഹത്തിന്റെ ഭാഷ, സത്യത്തിന്റെ ഭാഷ, ആദ്യമായി അമ്മേ എന്ന് വിളിച്ച ഭാഷ, മധൂർന്ന ഭാഷ. എത്ര സുന്ദരമായാണ് മലയാളത്തെ കവയത്രി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ മലയാളം എന്ന കവിത വായിക്കാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഗദ്യ കവിതയായിട്ടുള്ള ഒരു നോവ് എന്ന കവിതയാണ്. അമ്മേ എന്ന മകന്റെ ദിവസങ്ങൾ നീണ്ടൊരു വിളി കേട്ടിട്ട് പാതി അടഞ്ഞൊരു കൺപീലികൾ മെല്ലെ വിടർത്തി പാവമീ അമ്മയ്ക്ക് ഇവിടെ ബോറടിക്കുന്നുണ്ട്. ഒരു കവിതയാണ്. അമ്മയ്ക്ക് ബോറടി മാറ്റാൻ വേണ്ടി മകൻ കൊണ്ടാക്കുന്നത് വൃദ്ധസദനത്തിലാണ്. ആ വൃദ്ധസദനം എന്ന ബോർഡ് കണ്ട ഉടൻ തന്നെ, കണ്ണിലാ ബോർഡ് വന്നു തറച്ചവർ പിറുപിറുത്തു വൃദ്ധസദനം. കണ്ണുനീർ ഇറ്റിറ്റു വീഴുമ്പോൾ മകനെ വിളിച്ചു. മകൻ അപ്പോഴും ഉണ്ടൊരു മറുപടി, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അല്ലേ? നമ്മുടെ അവസാനം നമ്മളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഈ വാക്കാണ് എങ്കിൽ നമ്മളൊക്കെ ജീവിച്ച ജീവിതം വ്യർത്ഥമായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തത്വവുമില്ല. നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് തന്നെയാണ് കവി ഈ വരികളിലൂടെ ഉദ്ബോധനം നൽകുന്നത്. അടുത്തതായി താരാട്ട് എന്ന കവിതയാണ്. അമ്മ താരാട്ടു പാട്ടുപാ
താരാട്ടുപാട്ട് ശാന്താ ശ്രീകുമാർ കവയിത്രി ഇവിടെ നമുക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായ ശൈലിയിലാണ് ടീച്ചറിന്റെ എഴുത്തുകൾ വരുന്നത്. അതുപോലെ തന്നെ അടുത്തതായി സങ്കല്പങ്ങൾ എന്ന കവിതയാണ്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലെ മഴയെത്തും നേരമായി നീ എറിഞ്ഞു, കാർമേഘ ശകലങ്ങൾ ഉരുണ്ടുകൂടി മണ്ണിൽ മഴത്തുള്ളിയായി വീഴുന്നല്ലോ. നമ്മളൊക്കെ ഈ സുഖദുഃഖ സമ്മിശ്രമായ ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യമായെങ്കിലോ എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ സങ്കല്പങ്ങൾ എന്ന കവിതയിൽ ശ്രീമതി ശാന്താ ശ്രീകുമാർ കവയിത്രി നമുക്ക് മുന്നിൽ നൽകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ചിന്തകൾ തന്നെയാണ് ഈ സ്വപ്നങ്ങളെല്ലാം ഒരിക്കൽ സത്യമായെങ്കിലോ എന്ന് നമ്മുടെ എല്ലാവരുടെയും തോന്നൽ തന്നെയാണ് ഈ കവിതയിലൂടെയും ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായി ഇനിയൊരു ജന്മമുണ്ടെങ്കിലും ആ ജന്മത്തിലും അച്ഛന്റെ മകളായി ജനിച്ചിടേണം. അമ്മതൻ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴും പുറത്തച്ഛന്റെ തേങ്ങൽ കേട്ടിരുന്നു. ജനിച്ചു വീണ നേരം ഇരുകരൻ മാറോടണച്ചിടും നിന്നെ ആത്മവിശ്വാസം ഉയർത്തിയിടുന്നു. അല്ലെ, നമ്മളൊക്കെ അമ്മയുടെ വിഷമതകളും അല്ലെങ്കിൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതാണ് ഒരു അച്ഛന്റെ കഷ്ടപ്പാടുകളും അച്ഛന്റെ ആ ഒരു മാനസിക ചിന്തകളെ കുറിച്ചൊക്കെ. എന്റെ അമ്മ കുഞ്ഞിനെ മരിച്ചു പോയതാണ്. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ ഉറപ്പായി എന്റെ പപ്പ എന്നെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആ മറ്റൊരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളെ വളർത്താൻ ഒരു അച്ഛന് കഴിയും. ആ ഒരു ചിന്ത തന്നെയാണ് പ്രശസ്ത കവയിത്രി ശ്രീമതി ശാന്താ ശ്രീകുമാർ ടീച്ചറും അച്ഛൻ എന്ന കവിതയിലൂടെ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയുടെ വിലാപം, മരങ്ങൾ തന്നെ അഭാവത്തിൽ ചുടുവയിലേക്കുന്നു നെറുകയിൽ മരണത്തിൻ തീനാളം പോലെ പക്ഷികൾ കുറുകുന്നു കുറുകുന്നു. മരണത്തിൻ കാഹള ധ്വനി പോലെ ഉണരുവാൻ സമയമായി, തിന്മയ്ക്കെതിരെ പോരാടുവാൻ സമയമായി. എത്ര ചെറിയ വരികളിലാണ് ശാന്താ ശ്രീകുമാർ ടീച്ചർ ഇവിടെ ഒരു വ്യത്യസ്തമായ ശൈലി കൊണ്ടുവരികയാണ്. മരത്തിന്റെ അഭാവത്തിൽ ചുടുവയിലേക്കുന്നു നെറുകയിൽ, അല്ലെ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന ആ മനുഷ്യന്റെ ചെയ്തികളെ വെറും 2 വരികളിൽ പറഞ്ഞു വയ്ക്കുകയാണ്. എത്ര മനോഹരമായി. മരങ്ങൾ തന്നെ അഭാവത്തിൽ ചുടുവയിലേക്കുന്നു നെറുകയിൽ മരണത്തിൻ തീനാളം പോലെ പക്ഷികൾ കുറുകുന്നു. മരണത്തിൻ കാഹളധ്വനി പോലെ ഉണരുവാൻ സമയമായി, തിന്മയ്ക്കെതിരെ പോരാടുവാൻ. നമ്മളൊക്കെ ഇപ്പോഴെങ്കിലും പോരാടിയില്ലെങ്കിൽ നാളെ നമ്മുടെ മരണത്തിന്റെ ചുടുവെയിൽ നമ്മുടെ തലമുറകളുടെ മീതെ പതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ളത് നമുക്ക് ഈ വരികളിലൂടെ മനസ്സിലാക്കാമെന്നുള്ളതാണ് സത്യം. അടുത്തതായി മനസ്സ് എന്ന കവിതയാണ്. എഴുതി തീരാത്തൊരാ കവിത പോലെ പിന്നെയും പിന്നെയും നീ നിറഞ്ഞു, അകതാരിൽ എന്നെ പുലുകി നിന്നു, ഒരു ചെമ്പനയിൽ പൂവായി വിടർന്നു വന്നു. നമ്മുടെ മനസ്സ്, നമ്മളോടൊപ്പം ഉള്ള നമ്മുടെ മനസ്സ്, എത്ര ദുഃഖങ്ങളിൽ നമ്മൾ പെട്ടുപോയാലും നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അല്ലെ, എത്ര വിഷമങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ മനസ്സ് നമ്മൾ എണ്ണ പറ്റാത്ത ഒരു തിരിയായി, കിടാവിളക്ക് പോലെ ചൈതന്യമായി നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സ് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ വികൃതി എന്ന കവിത, കാറ്റതാ വികൃതി കാണിക്കുന്നു, കത്തിച്ചു വെച്ചൊരാ വിളക്കിൻ തിരി ഊതിക്കെടുത്തുന്നു, ഇന്നിന്റെ നികൃഷ്ടമാം മദ്യനെ പോലെ പിഞ്ചുപൈതങ്ങൾ നിലവിളിക്കുന്നു, ബാലികമാർ ഞെരിഞ്ഞമരുന്നു, സ്ത്രീകൾ മുറവിളി കൂട്ടുന്നു, കാമവെറി കൊണ്ടവർ ആർത്തലയ്ക്കുന്നു, കൊല്ലുന്നു, കൊല വിളിക്കുന്നു അമ്മ പെങ്ങന്മാർ, ഏതുമേ ഇല്ലാതെ ലഹരി എന്ന മാരക വിഷം കൊണ്ട് കരളലിയിക്കും ക്രൂരതകളേറുന്നു. അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മനുഷ്യർ ചെയ്യുന്ന വികൃതികൾ തന്നെയാണ് ഈ വികൃതി എന്ന കവിതയിലൂടെ ശാന്താ ശ്രീകുമാർ ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇരുട്ടിനെ പ്രണയിച്ചവൻ എന്ന കവിതയിലേക്ക് കടക്കുമ്പോൾ, ഇരുട്ടാൻ കൊതിച്ചിരുന്നവൻ ഓരോ ദിനവും നോക്കി വെളിച്ചം നിലച്ചിരുന്നെങ്കിൽ എന്ന പലവേള ചിന്തിച്ചിരുന്നു പോയി. ഈ വരികൾ നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ നമുക്കൊക്കെ ഇരുട്ടിനെ പേടിയായിരുന്നു. അത് നമ്മുടെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ തോന്നുന്ന ഭയം. പക്ഷെ ഇന്ന് പകൽ വെളിച്ചത്തിൽ കാണുന്ന പൊയ് മുഖങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇരുട്ടിയിരുന്നെങ്കിൽ, നമുക്ക് വെളിച്ചമില്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇരുട്ടിനെ പ്രണയിച്ചവൻ എന്ന കവിത ശാന്താ ശ്രീകുമാർ ടീച്ചർ ഇവിടെ എഴുതി വെക്കുന്നത്. നമ്മൾ എല്ലാവരും പലപ്പോഴും ഇരുട്ടിനെ പ്രണയിച്ചു പോകാൻ പ്രാപ്തതയിലുള്ള ഒരു അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ തന്നെ അടുത്ത കവിത വാർദ്ധക്യം ഒരു ശാപം എന്നുള്ളതാണ്.
കാലയവനിക മറച്ചതൊക്കെയും ഒരു വേള എത്തിയിടുന്നു. ജീവിതഭാരം തലയിലേറ്റിയൊരു ചുമട്ടുകാരനായിരുന്നയാൾ, അല്ലെ, ജീവിതഭാരം ചുമലിലേറ്റി ആ ഒരു ചുമട്ടുകാരനായി നടന്നുപോയ മനുഷ്യന്റെ അവസാനം ആരും അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊന്നും ബോധേടല്ല എന്നുള്ളതാണ്. വാർദ്ധക്യം അവസാനം നമുക്ക് എല്ലാവർക്കും ഒരു ശാപമായി ഇന്ന് നമ്മുടെ ചുറ്റോട്ട് നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. പക്ഷെ വൃദ്ധസദനങ്ങളിൽ ധാരാളം ആൾക്കാരാണ്. പക്ഷെ നമ്മൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. അപ്പോ ഇത്രത്തോളം അവരുടെ മക്കളെ കുറിച്ച് നമ്മളിപ്പോ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ കാണാറുണ്ട് മക്കളെ കുറിച്ച് ഓർത്തവർ വളരെയധികം ദുഃഖിക്കുന്നു. അവരുടെ കണ്ണുനീർ സത്യം പറഞ്ഞാൽ ഒരു അഗ്നിയായിട്ടല്ലേ മക്കളുടെ ജീവിതത്തിലേക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും മക്കളാണ്, നമുക്ക് എല്ലാവർക്കും കഴിയണമെന്നും കൂടെ വാർദ്ധക്യം എന്ന ശാപം എന്ന കവിതയിൽ ടീച്ചർ ഇവിടെ പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നടന്ന വഴികളിലേറെയും കനൽ മൂടിയ വഴികളായിരുന്നു, എന്നിട്ടും തളർന്നേയില്ല ഞാൻ ശരിയായ പാതയെ പിന്തുടർന്നു. എഴുത്തുവഴികൾ തേടിയപ്പോഴും ചിലർ തളർത്താനായി മുന്നിൽ നിന്നു. ഉയരത്തിലെത്താൻ ആശിച്ചവരുമുണ്ട്. അതിൽ പണമാണ് എല്ലാത്തിനും മുഖ്യമല്ലോ. പണമില്ലാത്തവൻ ഭിന്നമായി മാറിടും. കഴിവുകൾ ഏറെ ഉണ്ടായിട്ടും കഴിവുകേടായവർ മുദ്രയിടും. അത് നമ്മുടെ ചുറ്റും നമ്മൾ നന്നായി വരണമെന്ന് ചിന്തിക്കുന്നത് 100-ൽ 1-2 ആൾക്കാർ മാത്രം. അത് ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മയും മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 100-98% ആൾക്കാർ നമ്മൾ നന്നായി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇതാ ഒരു അമൃതം ചെയ്യിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ വേണ്ട, ഇത് തലവേദനയൊന്നുമില്ലല്ലോ. അപ്പൊ പറയാണ്, അല്ലെ, ഞങ്ങളൊരു കാർ വാങ്ങി, എന്നാ പിന്നെ അമൃതം ചെയ്യുന്നതേക്ക് അപ്പൊ ഇത് നിസ്സാരമായിട്ടൊരു കോമഡിക്ക് വേണ്ടി ചെയ്തെങ്കിലും പക്ഷെ ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥ അതാണ്. അപ്പൊ ആ ഒരു സാഹചര്യം ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ഉള്ളതുകൊണ്ട് കനൽ വഴികൾ ഈ കവയത്രിയുടെ മനസ്സിൽ കവയത്രി നടന്നുപോയ വഴികളൊക്കെ നമ്മൾ ഓരോരുത്തരും നടന്നു പോകുന്ന വഴികളാണ്, കനൽ വഴികൾ തന്നെയാണ് മനുഷ്യജന്മം, അത് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഇതെല്ലാ കനൽ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഇതിനപ്പുറം നമുക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണമെന്ന് കൂടെ ഇവിടെ പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് യുദ്ധമുഖങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ആഹാരം കഴിക്കാൻ കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടന്ന് മരിച്ചത്. അപ്പൊ വളരെയധികം ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വികാരം തന്നെയാണ് വിശപ്പ് എന്ന് പറയുന്നത്. വിശപ്പിന് വേണ്ടിയാണ് മനുഷ്യൻ എത്ര വലിയ വലിയ കഠിനമായ പണികളും ചെയ്യേണ്ടി വരുന്നത്. ആ വിശന്നിരിക്കുന്നവര് മാത്രമേ വിശപ്പിന്റെ വില അറിയൂ എന്നും ആഹാരം പാഴാക്കുന്ന വ്യക്തികൾ അത് നശിപ്പിക്കാതെ ആഹാരം ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് വിശപ്പ് എന്ന കവിതയിലൂടെ ശ്രീമതി ശാന്താകുമാർ ടീച്ചർ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചിന്തകളിൽ പ്രണയത്തിന്റെ മുത്തുകൾ പൊഴിയുന്ന ആ ഒരു മനോഹരമായ കാലഘട്ടമാണ് കലാലയ ജീവിതം. ആ കലാലയത്തിന്റെ മധുരമാർന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന കലാലയം എന്ന കവിതയും വളരെയധികം മനോഹരമായി തന്നെയാണ് ടീച്ചർ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷ എന്ന കവിതയാണ് ഏറ്റവും അവസാനമായി എഴുതിയിട്ടുള്ളത്. അന്തിക്കൊരു കുപ്പി കള്ളുമായി വീട്ടിലെത്തിയിടുന്നു അച്ഛനെന്നും, വീടു വീരാന്തരം വീട്ടുപണി ചെയ്ത് തളർന്നിട്ട് അമ്മയും വന്നിരുന്നു. കലവില കൂട്ടുന്ന താഴത്തിനായി കഞ്ഞിയുണ്ടാക്കുന്ന അമ്മ തൻ നേർത്ത കരച്ചിലും തന്നിലാവർത്തനം പോലെയാണിതെന്നും അച്ഛന്റെ അഹങ്കാരം കൂട്ടി അമ്മയെ തലങ്ങുമ്പിലും നോക്കണം, കടങ്ങൾ വീട്ടണം. ഒരു വേള അച്ഛനും വീണുപോയി. അച്ഛനെ നോക്കണം, ഞാനേയുള്ളൂ. പഠിത്തത്തിൽ ഞാനെന്നും മുന്നിലായി, ജോലിയിലും ഞാൻ കേമനായി, നാട്ടിനും വീട്ടിനും അഭിമാനമായി. കടങ്ങളൊന്നൊന്നായി വീട്ടിയിട്ട് വീട്ടുപണിയൊക്കെ ചെയ്തിടണം. അമ്മതൻ പ്രതീക്ഷയ്ക്കൊത്തി വരണം, അല്ലലറിയാതെ നോക്കിയിടണം. ഞാനിതാ എത്തി നിൽക്കുന്നു അശരണർക്ക് അഭയമാം ഡോക്ടറായി എന്നുള്ളതാണ്. വളരെയധികം എത്ര ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോഴും നാളുകളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായി യാതൊന്നുമില്ല എന്നുള്ള, നമ്മൾ ശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതായി യാതൊന്നുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും ആ ഒരു പ്രതീക്ഷയും ഒക്കെയാണ് ഇവിടെ പ്രതീക്ഷ എന്നുള്ള കവിതയിലൂടെ ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ 25 കവിതകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. എല്ലാ കവിതകളെ കുറിച്ച് കുറച്ച് വളരെ ചെറിയ രീതിയിലാണ് എനിക്ക് പറയാനായിട്ട് കഴിഞ്ഞത്. കാരണം ഇപ്പൊ തന്നെ സമയം ഒരുപാട് എടുത്തുകൊണ്ടാണ് തോന്നുന്നതെങ്കിലും ഈ കവിതകളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ കവിതകളെയും കുറിച്ച് ഇവിടെ പറഞ്ഞത്. ടീച്ചറിന്റെ ആ പച്ചയായ മനുഷ്യ ജീവിതത്തെ കുറിച്ചും പ്രകൃതിയുടെ രോദനങ്ങളെ കുറിച്ചും ഒക്കെ നിരന്തരമായി വാചാലയാവുന്ന പ്രശസ്ത കവയത്രി ശ്രീമതി ശാന്താകുമാർ ടീച്ചറിന് ഇനിയും ഒരുപാട് എഴുത്തുകൾ
രചനകൾ നിർവഹിച്ചുകൊണ്ട് കൈരളിക്ക് ഒരുപാട് രചനകൾ സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.